ഹലോ, എങ്ങോട്ടാണോ? സ്വാമി ശരണയ്യപ്പ. നീ പരിഹസിക്കണ്ടടി ദേവികെ. നാളെ ഞാൻ മാലയിടും. നിന്റെ ഈ ചിരി തീർക്കാൻ വേണ്ടിയാ ഞാൻ മാലയിടുന്നത്. ഓ ആണോ? നീ ചെല്ലുന്ന അറിഞ്ഞ് അയ്യപ്പസ്വാമി അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറാതിരുന്നാ മതിയായിരുന്നു. എന്തിനാടാ ശരത്തെ ഈ പ്രഹസനം? നീ പെട്ടെന്ന് ഭക്തിമാർഗം സ്വീകരിച്ചതിന് പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിത്യമായിട്ടുള്ള കല്യാണം നീട്ടിവെക്കാൻ വേണ്ടിയല്ലേ? അതേടി, നിത്യയുടെ കഴുത്തി താല കെട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാ. കാരണം ഞാൻ താലി കെട്ടുന്നത് നിന്റെ കഴുത്തിലായിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളുണ്ട്. നീ ഇപ്പൊ ഞെട്ടിയില്ലേ? ഞെട്ടി. സത്യമാണടി ഞാൻ പറയുന്നത്. ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന കാണാൻ കാത്തിരിക്കുന്ന ഒരാള്. അതുകൊണ്ട് തന്നെയാ നിത്യയുടെ കഴുത്തി താലി കെട്ടി അവളെ കൊണ്ടുപോയി ആ വ്യക്തിയുടെ മുന്നിൽ നിർത്താൻ എനിക്ക് പറ്റില്ല. അപ്പോ കല്യാണം നീട്ടിവെക്കാൻ ഞാൻ എന്തും ചെയ്യും. ആദ്യം മല കയറും, പിന്നെ ഇറങ്ങും, എന്നിട്ട് കുഴിയെടുക്കും. കുഴിയിലിട്ട് മൂടേണ്ടവരെ മൂടും. ഒന്ന് പോടാ. നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഭ്രാന്താ. നിന്റേതായ ഒരു മായിക ലോകം നീ തന്നെ അങ്ങ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ചാളുകളെ നീ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ട്. അവർക്കെതിരെ ആയുധം എടുക്കുന്നു. പക്ഷെ ശരത്തെ, തലങ്ങും വിലങ്ങും വെട്ടേറ്റ് ചോര വാർന്ന് ചത്തു പോകുന്നത് അത് നീയായിരിക്കും. അതൊന്നോർത്ത് വെച്ചോ. ആണോ? ആയിക്കോട്ടെടി. ശത്രുക്കള് വീഴുമ്പോ അവരുടെ കണ്ണിലെ അവസാന തിളക്കം അണഞ്ഞു പോകുന്ന കാണുന്ന അടി ശരത്തിന് ലഹരി. ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ഒഴികെ എല്ലാവരെയും ഞാൻ തീർക്കും. നീ കാരണം ഗതി കിട്ടാൻ നടക്കുന്ന ആത്മാവിന് മോക്ഷം കൊടുക്കും. അതിനുവേണ്ടിയുള്ള തുടക്കവാടി ഈ യാത്ര. മല കയറി വന്നിട്ട് ഇവിടെ വെച്ച് ഞാൻ ആ ജപമാല ഊരും. എന്തിനാണെന്നറിയാവോ? നിന്റെ കഴുത്തിലൊരു പൂമാലയുടെ അത് ഞാനിടും. എന്നിട്ടേ എന്റെ പ്രാണനായ മൺകലശം ഞാൻ കടലിലൊഴുക്കും. അത് നിന്റെ തോന്നലാടാ. എന്റെ സുധിയേട്ടൻ ഉറങ്ങുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ പറയുന്നു, മേലിൽ എന്നോട് സംസാരിക്കാൻ വരരുത്. പോടാ, എന്റെ കൺമുന്നിന് പോവാൻ. പോടാ. എന്താ എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ ബഹളമൊന്ന്? അമ്മ, ഈ ശരത്ത് വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നോട്. അത് പിന്നെ ഞാനിതുവഴി പാസ് ചെയ്തപ്പോഴോ? എന്ത് പാസ് ചെയ്തു? നിനക്കെന്താ ദേവികയുടെ അടുത്ത കാര്യം? നിനക്കെന്താ ദേവികയോട് പറയാനുള്ളതെന്ന്? നിനക്കെന്തെങ്കിലും ദേവികയോട് സംസാരിക്കാനുണ്ടെങ്കിൽ അതെന്റെയും മനോഹരേട്ടന്റെയും മുന്നിൽ വെച്ച് മാത്രം. കേട്ടല്ലോ? ഞാനൊന്നും ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ പോകുന്നല്ല. ഇവരോട് നിൽക്കുന്നുണ്ടപ്പോ എന്തുണ്ട് വിശേഷം ചോദിച്ചു, അത്രേ ഉള്ളൂ. അതൊന്നും അല്ലമ്മേ. ഒറ്റയ്ക്ക് നിൽക്കുന്ന ദേവികയോട് കുശലം ചോദിക്കാൻ നീ ആരാ? ഇവിടെ ചോദിച്ചതും പറഞ്ഞതും ഒക്കെ ഞാൻ കേട്ടു. ഇങ്ങനെ കുശലം ചോദിക്കാൻ പോയതുകൊണ്ടാവും നിന്റെ നെഞ്ചിന് നെറുകയും കുറുകയും വെട്ട് കിട്ടിയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനും മനോഹരേട്ടനും ഒരു തീക്കുണ്ട മുള്ളിൽ ചുമന്നോണ്ടാ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇരുന്ന് കളിക്കാൻ ആരെയും സമ്മതിക്കില്ല ഞങ്ങള്. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വെച്ച് മതി. അല്ലെങ്കിൽ ഈ വീടിന് പുറത്തു വെച്ച് തീർത്തോണം. ഞാനത്. മോളൊന്നും മിണ്ടാതിരിക്കേ. മോൾ അങ്ങോട്ട് പോയതല്ലോ, ഇവൻ ഇങ്ങോട്ട് വന്നതല്ലേ.
അതുകൊണ്ടാ ഇവനോട് ഞാൻ സംസാരിക്കുന്നത്. പറഞ്ഞതൊക്കെ ശരത്ത് കേട്ടല്ലോ അല്ലേ? മനോഹരേട്ടന്റെ നിഴല് പറ്റി നടക്കുന്ന ഒരു പാവമാണ് ഞാനെന്നായിരിക്കും നീ കരുതിയിരിക്കുന്നത് അല്ലേ? പക്ഷേ ഞാനൊരു അമ്മയാ. 2 മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയവളാ. അതുകൊണ്ട് തന്നെ തെറ്റും ശരിയും മനസ്സിലാക്കാനും അത് നേർക്ക് നേരെ നിന്ന് ചോദ്യം ചെയ്യാനും എനിക്കറിയാം. അല്ലമ്മേ, അമ്മ എത്ര വയലന്റ് ആവാൻ? വയലന്റ് ആവേണ്ടടുത്ത് ഇനി ഞാൻ വയലന്റ് ആവൂ. എന്റെ സുധിമോനെ പോലെയാ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളത്. നിന്നെന്നല്ല, ഈ പ്രായത്തിലുള്ള ഏതൊരാളെയും. എന്റെ നിത്യമോളെ പോലെ തന്നെയാ എനിക്ക് മറ്റൊരു പെൺകുട്ടി, ദേവിക ഉൾപ്പെടെ. പക്ഷേ പാർവതിയുടെ മൗനം ഒരു ദൗർബല്യമായിട്ട് ആരും കണക്കാക്കരുത്. ആരും